തെരഞ്ഞെടുപ്പ് കാലമായിട്ടും രാജ്യത്ത് തുടർച്ചയായി ഇന്ധനവില ഉയരുന്നു. രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് 2 മാസം രാജ്യത്ത് ഇന്ധനവിലയിൽ കാര്യമായ വർധനവ് ഇല്ലാതിരിക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ച തുടർച്ചയായി വിലവർധനവ് രേഖപ്പെടുത്തുന്നത്. ഒരാഴ്ചയ്ക്കിടെ 1.5 രൂപയുടെ വിലവർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിനുണ്ടായ വിലവർധനവാണ് രാജ്യത്തെ ഇന്ധനവിലയിൽ പ്രതിഫലിക്കുന്നതെന്നാണ് ഓയിൽ കമ്പനികളുടെ അവകാശവാദം. കൊച്ചിയിൽ ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 75 രൂപ 95 പൈസയും ഡീസലിന് 70 രൂപ 32 പൈസയുമാണ് വില. ഇന്നലെ 1 ലിറ്റർ പെട്രോളിന് കൊച്ചിയിൽ 75 രൂപ 4 പൈസയും ഡീസലിന് 70 രൂപ 12 പൈസയുമായിരുന്നു. ഏപ്രിൽ 21-ന് 1 ലിറ്റർ പെട്രോളിന് 74 രൂപ 67 പൈസയായിരുന്നു. ഡീസലിന് 69 രൂപ 86 പൈസയും. പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അടുത്ത സർക്കാർ വന്ന് കുറയുന്ന പറയുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോൾ എല്ലാ ജനങ്ങളുള്ളത്. മുമ്പൊക്കെ സമരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ കള്ളന്മാരെ പോലെയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അറിയുന്നില്ല, പ്രതികരിക്കുന്നില്ല. മാറ്റം ഉണ്ടാവുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $5 വർധനവാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് എണ്ണക്കമ്പനികൾ ഇന്ധനവിലയിൽ വർധനവ് വരുത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധവും ഡോളറുമായുള്ള രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടായ കുറവുമാണ് ഇന്ധനവില വർധനവ് കാരണമെന്നും എണ്ണക്കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ഇന്ധനവിലയിൽ കാര്യമായ കുറവ് വരണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ധന നികുതിയിൽ കുറവ് വരുത്തേണ്ടി വരും. സംസ്ഥാന സർക്കാർ 1 ലിറ്റർ പെട്രോളിന് വിൽപ്പന നികുതിയായി 16 രൂപ 20 പൈസയും റോഡ് സെസ്സായി 1 രൂപയും പിരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതിയായി 17 രൂപ ഈടാക്കുന്നു. ഡീസലിന് സംസ്ഥാന സർക്കാർ 12 രൂപ 35 പൈസയും കേന്ദ്ര സർക്കാർ 13 രൂപയും നികുതി ഈടാക്കുന്നുണ്ട്. ഇന്ധനവില നിർണയാവകാശം എണ്ണക്കമ്പനികളിൽ നിന്നും മാറ്റി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്താൽ മാത്രമേ വില നിയന്ത്രണം കാര്യക്ഷമമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് ഷെക്കിന ന്യൂസ്.